ശ്രീ രാജു പി നായർ, മോദിയെക്കുറിച്ച് കൂടി മിണ്ടാൻ പേടിയുള്ളത് കൊണ്ടാണോ നിങ്ങൾ പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുന്നത്? മധു, നരേന്ദ്രമോദിയെക്കുറിച്ച് മിണ്ടാൻ പേടി കോൺഗ്രസിനെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ പിണറായി വിജയൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒന്ന് പറയാമോ? ഞാനല്ല, അദ്ദേഹമാണ് പറഞ്ഞത്. അല്ല, പക്ഷെ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ്, പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്, നരേന്ദ്രമോദിക്കെതിരെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ ഓർമ്മയിലുണ്ടോ? ഇല്ല എന്ന് ഞാൻ കരുതുന്നു. അതല്ലെങ്കിൽ അങ്ങ് പറയുമായിരുന്നല്ലോ. അപ്പോ തങ്ങളുടെ അല്ല, ഞാൻ പറയാം തങ്ങളുടെ ദൗർബല്യങ്ങളെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടുവയ്ക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. ആ രീതി രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുന്നവരുടെ രീതിയാണ്. അത് സംസാരിച്ചോട്ടെ. എന്തായാലും കോൺഗ്രസിന്റെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള നിലപാടുകൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അങ്ങനെ നിലപാടെടുക്കുന്നവരെ പൊറോട്ട യാത്രയെന്നും കണ്ടെയ്നർ യാത്രയെന്നും പറഞ്ഞ് പുച്ഛിച്ചവന്മാരുടെ കൂട്ടത്തിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ പറയൂ. അതിൻ്റെ അപ്പുറം അത് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ അടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും തോൽക്കുമെന്ന് CPM തീരുമാനിച്ചു. CPM അതിന് വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതറിയോ? CPMന് ആ പരാജയത്തിൽ നിന്ന് അതിൻ്റെ ഉത്തരവാദിത്തം ചാടാൻ ആരെങ്കിലും ഒരാൾ വേണം. കോൺഗ്രസ് ജയിച്ചു, RSS എതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനുള്ള മടുപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഒരാളെ കണ്ടുപിടിച്ചു. അതാണ് കനകലു ഫോബിയ. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കനകലു പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്തിനാരുണ ഇങ്ങനെ കടന്ന് പേടിക്കുന്നത്? ഈ മുട്ടുകാൽ കൂട്ടിയിടിക്കുന്നത് ഇപ്പം മൈക്കിൽ കൂടി മാതൃഭൂമിയിലെ പ്രേക്ഷകർ മുഴുവൻ കേൾക്കുമല്ലോ. കനകലു എന്ന് പറയുമ്പോൾ എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു അംഗം, ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നേതൃത്വം പങ്കുവയ്ക്കുന്ന ഒരാൾ ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് KPCCയിൽ നമ്മുടെ നേതാക്കന്മാരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു, പകരം അദ്ദേഹത്തിന് ഇത് വെച്ച് പോയി. എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? നാണക്കേടല്ലേ? നിങ്ങൾ ഇങ്ങനെ വലിയ ഇരട്ടച്ചങ്കുള്ള ആൾക്കാർ, നിങ്ങൾ ജനങ്ങൾ ബന്ധമുള്ള ആൾക്കാർ, ഞങ്ങൾ പറയുന്നത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഒരു കനകലു എന്ന് പറഞ്ഞ് ഇങ്ങനെ കടന്ന് പേടിക്കാതെ നാണക്കേട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ. ഇവിടെ വ്യക്തിയാരാധന. ഈ ഇന്ത്യ പാർട്ടി ലോകമെങ്കും ശോഭിച്ചിടും കാരണഭൂതൻ, അത് ആരെങ്കിലും പാർട്ടിക്ക് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞതാണോ? പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ തിരുവാതിരക്കളിയുടെ പാട്ടിൻ്റെ ഭാഗമായിരുന്നില്ലേ? അല്ലേ? ഇനി സജി ചെറിയാൻ പറഞ്ഞത് എന്തായിരുന്നു? അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇടത്തിൽ ഉപമ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അതിനെ സാധൂകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ ഇടതുപക്ഷം ഈ ദൈവം എന്ന് പറയുന്ന ഉപമ പോലും ഉപയോഗിക്കുന്നത് കേൾക്കണം കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ആ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു മന്ത്രി ഉണ്ടല്ലോ, VN വാസവൻ, കോട്ടയത്തിൻ്റെ എന്ന് പറയുന്ന അക്ഷരനഗരിയിൽ. ആ അക്ഷരനഗരിയിൽ എത്തിയപ്പോൾ പറഞ്ഞ വാക്കെന്താ? പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ മണ്ണ്, പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് നവകേരള ഗ്രൗണ്ട് എന്ന് നാമകരണം ചെയ്യണമെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസം വിട്, ഇടതുപക്ഷം വിട്, ജനാധിപത്യത്തിൽ ഇത്രയും വലിയ അശ്ലീലം മറ്റൊരാൾക്ക് പറയാൻ സാധിക്കുമോ? ഇത്രയും വലിയ അശ്ലീലം പറയാൻ സാധിക്കുമോ ജനാധിപത്യത്തിൽ? അങ്ങനെ നവകേരള സദസ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ പേരിൽ CPM നടത്തിയ രാഷ്ട്രീയ പ്രചരണ യാത്രയിൽ നിന്ന് പറഞ്ഞത് മന്ത്രിയാണെന്നേ. എന്നിട്ട് അരുൺകുമാർ ഇവിടെ വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾക്ക് പുറത്താന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അരുൺകുമാറെ, P ജയരാജൻ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ബിംബം ചുമക്കുന്ന കഴുത, അല്ലേ? ബിംബം ചുമക്കുന്ന കഴുതയാണ് VS അച്യുതാനന്ദൻ. ജനങ്ങൾ മുഴുവൻ ബിംബത്തെ വണങ്ങുമ്പോൾ അത് തന്നെയാണെന്ന് VS അച്യുതാനന്ദൻ കരുതി പോകുന്നു. പറഞ്ഞ വാക്കുകളല്ലേ VS അച്യുതാനന്ദനെ കുറിച്ച്? VS അച്യുതാനന്ദന്റെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ഒരു MLA സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടി തിരുത്തിയിട്ടില്ലേ? ഞാൻ പറയട്ടെ ഞാൻ വേണേ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ അത്തരത്തിൽ ഫോട്ടോ വെച്ച് അച്ചടിച്ചതിന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥിയെ ഇതിനെ താക്കീത് ചെയ്തിട്ടില്ലേ? ഇവിടെ CPM നേതാക്കന്മാരുടെ ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇതല്ലേ? നിങ്ങളുടെ തെറ്റുതിരുത്തൽ രേഖയിൽ, നിങ്ങളുടെ സംഘടനാ രേഖയിൽ, നിങ്ങളുടെ പ്ലീനം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഇതല്ലേ? ആ വ്യക്തി ആരാധനയിലേക്ക് ഇന്ന് പിണറായി വിജയൻ മാറിയിരിക്കുന്നു.
ആ പിണറായി വിജയൻ മാറിയിരിക്കുന്ന പിണറായി വിജയനെ ഈ പറയുന്ന CPM-ന്റെ ഒരു ചാവേർ സംഘം, CPM തീറ്റിപ്പോറ്റുന്ന ഒരു ചാവേർ സംഘം പല പേരുകളിൽ പ്രോക്സി കാര്യങ്ങളായിട്ട് ഇദ്ദേഹത്തെ ദൈവത്തിനും മറ്റതിനും അപ്പുറമൊക്കെ ആയിട്ട് അങ്ങ് പ്രചരിപ്പിക്കാൻ നോക്കുകയാണ്. അത് ചെയ്യട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഞങ്ങളോട് ചില ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഇന്നും ഇടതുപക്ഷ മൂല്യം എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കുന്ന CPM-കാർ പറയുന്നുണ്ട്, ഞങ്ങൾ അരോചകമായി തുടങ്ങി, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി പോയി. നിങ്ങൾ അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറയുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കളെയൊക്കെ നേരിട്ട് ദിവസവും അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തുള്ള ഇരട്ടത്താപ്പ് നോക്കൂ. ഒരു മുഖ്യമന്ത്രിയെ, ഒരു പാർട്ടി നേതാവിനെ പാർട്ടിക്കെല്ലാം അപ്പുറം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയാണ്. MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സെക്രട്ടറിയുടെ ഒരു ദുരവസ്ഥ നോക്കൂ. എന്തൊരു ദുരവസ്ഥയാണ്. എന്താണ് ഫെബ്രുവരി 28, 2022 കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? ഒരാളും പാർട്ടിക്ക് മുകളിലല്ല, പാർട്ടിക്ക് മുകളിൽ ഒരാൾക്കും പോകാൻ കഴിയില്ല, എല്ലാവരും പാർട്ടിക്ക് വിധേയമാണ് എന്നല്ലേ പറഞ്ഞത്? ജയരാജനെ ഒരു പാട്ടിന്റെ പേരിൽ നിങ്ങൾ ജയരാജനെ ക്രൂശിച്ചവരല്ലേ? എന്നിട്ട് ആ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന സെക്രട്ടറിയുടെ അവസ്ഥ എന്താ? ഈ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും അഴിമതി ഉൾപ്പെടെ, തട്ടിപ്പ് ഉൾപ്പെടെ, കൊള്ളയുൾപ്പെടെ മുഴുവൻ ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, പകരം പിണറായി വിജയനെ ദൈവമായിട്ട് പ്രതിഷ്ഠിക്കാനും സൂര്യനായിട്ട് പ്രതിഷ്ഠിക്കാനും ഒക്കെ നിൽക്കുകയാണ്. ഇതാണ് കോൺഗ്രസിന്റെ ആരോപണം.